ചെട്ടികുളങ്ങര ആകെ 13 കരകളാണ്. 13 കരകളാണ്. അതിൽ 7ാമത്തെ കരയാണ് പേള. കുതിരയാണ് ഞങ്ങളുടെ കെട്ടുകാഴ്ച. അത് പനച്ചമൂട് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് പുറപ്പെടുന്നത്. അതിൻ്റെ പണി വളരെ ത്വരിതഗതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കരയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 7ാമത്തെ കരയാണ്, ഹൈന്ദവ കരയാണിത്. എല്ലാവരും ഒരുമിച്ച് നിന്ന് ഇതിനു വേണ്ടി പുതിയതായി ഹൈന്ദവ കരയോഗമായി മാറിയതാണ് പേള. അപ്പോൾ എല്ലാ ജനവിഭാഗങ്ങളും ജാതി മതഭേദമന്യേ എല്ലാവരും ഒരുമിച്ച് നിന്ന് ദേവിയുടെ അനുഗ്രഹത്തിനായി ഒരുക്കുന്ന കെട്ടുകാഴ്ച. പൂജയുണ്ട്. മീനത്തിലെ ദ്വാദശിക്ക് മുടിയിൽ ദേവിയുടെ ഇറക്കിപ്പൂജ നടക്കുന്നതാണ്. അന്ന് 5 പറയുണ്ട്. ബാക്കി 3 ദിവസത്തെ പറകളാണ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പേളകരിയിൽ നടക്കുന്നത്. ഒരു ദിവസം അൻപലിയും കാഴ്ചയും കൂടിയുള്ള പറകളാണ്. പുതുമകളെന്ന് പറഞ്ഞാൽ സ്ഥിരമായുള്ള കെട്ടുകാഴ്ചയാണ്. അത് അലങ്കാരങ്ങൾ മാത്രമേ ഉള്ളൂ പുതുമയായിട്ട് വരുന്നത്. ഏതെങ്കിലും പഴകിയ സാധനങ്ങളുടെ അതെല്ലാം മാറ്റിയിട്ട് നമ്മൾ പുതിയത് ഇറക്കിയിട്ട് വളരെ വേഗത്തിൽ നടക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. 2 വർഷം മുമ്പ് പുതുക്കിപ്പണിത കെട്ടുകാഴ്ചയാണ്. അതുകൊണ്ട് ഇത്തവണ പുതുക്കിപ്പണിതലൊന്നുമില്ലായിരുന്നു. ആ കെട്ടുകാഴ്ച മെയിൻ്റെനൻസ് ചെയ്ത് തന്നെ അതിൻ്റെ അലങ്കാരങ്ങൾ, തുണികളെ അങ്ങനെയുള്ളത് മാത്രം പുതിയത് വെച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുകയാണ്. വേറുടെ വഴി മണ്ഡപത്തറയിൽ, അതായത് കുതിരയുടെ താഴത്തെ മണ്ഡപത്തറയിൽ ഭദ്രകാളി മുടിയുള്ള ഏക കെട്ടുകാഴ്ച പേളയുടേതാണ്. ബാക്കി കെട്ടുകാഴ്ചകളിലൊന്നും ഭദ്രകാളി മുടികളുള്ള വേറെ ഓരോ രൂപങ്ങളാണുള്ളത്. ദാരി ശില്പത്തിലുള്ള ഭദ്രകാളി മുടിയുള്ള പ്രതിഷ്ഠിക്കുന്ന കെട്ടുകാഴ്ച പേളയുടേതാണ്. 7ാം കര പേളയുടേതാണ്.